ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാ ഗേൾസിനെ പോലെ തന്നെ എനിക്കും ചെറിയ ചെറിയ കുട്ടി കുട്ടി ഓർണമെൻറ്റ്സ് കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെയിന് ഒരുപാട് കാലങ്ങളായി കളക്ട് ചെയ്ത കുറച്ച് ചോക്കറും നെക്ക് പീസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് അതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടും ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്ക് എടുക്കാമെന്നുള്ള തീരുമാനിച്ചത്. സോ അപ്പോൾ ഫസ്റ്റ് വൺ ഇതോ ഈ ഒരു ചെയിനാണ്. ഈ ഒരു ചെയിൻ ഇത് നോർമലായിട്ട് നമ്മൾക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു ചെയിനാണ്. പക്ഷേ ഇതിൻ്റെ കളർ കണ്ടില്ലേ? ഇതിൻ്റെ കളറ് ഒരു ബ്ലാക്ക് മെറ്റൽ അല്ല, ഇത് ഒരു ബ്രാസിൻ്റെ ഒക്കെ ഒരു കളർ പോലെ. പക്ഷെ വളരെ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കണ്ടില്ലേ? ഇതൊരു ചോക്കറാണ്. അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് വൺ ഇത് കണ്ടില്ലേ? 7-8 വർഷമായി, 8 വർഷത്തിന് മുകളിലായി ഇട്ട് കഴിഞ്ഞതായി. ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാരിയുടെ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ കുർത്തയുടെ കൂടെയൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള എന്തിൻ്റെ കൂടെ പോകുന്ന, അതായത് നല്ലൊരു ചെയിനാണ് കേട്ടോ. ഇതുവരെ അത് ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു എഗെയിൻ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ, ഇതിപ്പം ഒരു 10 വർഷത്തിന് മുകളിൽ, അതായത് ഈ ബ്ലാക്ക് മെറ്റലിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് ഇറങ്ങിയ സമയത്ത് വന്നതാണ്. പക്ഷെ ഇതിന് മുകളിലൊക്കെ കളറായിട്ടുണ്ട്, ഇച്ചിരി ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതൊരു ചോക്കർ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ചോക്കറാണ്. ഇതുണ്ടോ ഈ ഒരു ചെയിന്? ഇതിപ്പം ഇതിങ്ങനെ നമുക്കിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചെയിനാണ്. സെറ്റ് സാരിയുടെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഓഫ് വൈറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ മെറൂൺ റെഡിൻ്റെ ഒക്കെ കൂടെ പോകാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലക്ഷ്മിയുടെ ലോക്കറ്റൊക്കെയുള്ള ഒരു മാങ്ങാമാലയുടെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു നല്ലൊരു ലോങ് ചെയിനാണ്. പക്ഷേ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും നമുക്കിത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെയൊക്കെ കൂടെ പോകുന്ന ഒരു അടിപൊളി ചെയിൻ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈ ഒരു വുഡൻ ചെയിനാണ്. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെയിനാണ്. അങ്ങനെ ഇഷ്ടപ്പെടാനൊരു റീസണും കൂടിയുണ്ട്. സോ ഇത് കണ്ടോ, ഇതും ഈ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ് വാങ്ങിയത്. ഇതെനിക്ക് ഞാൻ വാങ്ങിയതല്ല, എനിക്കൊരാൾ തന്നതാണ്. സോ ഇത് കണ്ടില്ലേ? ഇത് നമ്മൾക്ക് ഈ ഒരു ഗ്രീനിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു മാച്ചിങ് ആണ് ഈ ഒരു എന്താ പറയുന്നത് ചെയിൻ എന്ന് പറയുന്നത്. ഇതും ഇപ്പോൾ ഒരു 4-7 വർഷത്തിന് മുകളിലായി. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഫെയ്ഡൊന്നും ആവാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇനി വേറെ ഇതും ഒരു ഗിഫ്റ്റ് തന്നെയാണ്. ഇത് പക്ഷേ ഇവിടേക്ക് എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ ഈ ഒരു ചെയിന്? ഇത് എന്തോ ഒരു ഭംഗിയുണ്ട് അല്ലേ? ഇതുണ്ടോ ഈ ഒരു ചെയിന്? സോ ഇതും എനിക്കൊരു ഗിഫ്റ്റായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ഒഴിവാക്കിയില്ല. എന്തോ ഒരു ഭംഗിയുണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ കൂടെ നല്ല ഭംഗിയിൽ പോകുന്ന ഒന്നാണ് ഈ ഒരു ചെയിന്. ഇനി നെക്സ്റ്റ് വൺ ഇതൊരു ബ്ലാക്ക് മെറ്റൽ റാണി പിങ്ക് ഗ്രീൻ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ചെയിനാണ് ഈ ഒരു ചെയിൻ. ചോക്കറാണ്. ഇതിൻ്റെ കൂടെ ഒരു ഇയറിംഗ് കൂടി ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് പൊട്ടിപ്പോയി. അതും ഇങ്ങനെ തന്നെയായിരുന്നു, ഈ ഒരു ഡിസൈൻ തന്നെയായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇയറിംഗ് തന്നെയായിരുന്നു. സോ ഈ ഒരു ചോക്കർ. ഇനി നെക്സ്റ്റ് വൺ ഇതാ ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ടല്ലേ ചോക്കർ. സിമ്പിളാണ്, ബ്ലാക്കിൻ്റെ ഒക്കെ കൂടെ നല്ലോണം പോകും ഈ ഒരു ചോക്കർ. സിമ്പിളാണ്. മോഡേൺ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ കൂടെയൊക്കെ മാച്ചായിട്ടുള്ള ഒരു ചോക്കറാണ് ഈ ഒരെണ്ണം. ഇനി നെക്സ്റ്റ് വൺ ഏതോ ഒരു സൈറ്റിൽ നിന്ന്, മീഷോ എന്നാണോ തോന്നുന്നുണ്ട്, വാങ്ങിയൊരു വുഡൻ. വാങ്ങുന്ന സമയത്ത് നല്ലൊരു ബ്രൗൺ വുഡിൻ്റെ തന്നെ കളറൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് ഫെയ്ഡായി.
പക്ഷെ എന്നാലും നമുക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം അല്ലേ, കണ്ടില്ലേ. അപ്പോൾ ഞാനത് കളയാതെ എടുത്ത് വെച്ചേക്കാണ്. പക്ഷെ അതിൻ്റെ ത്രെഡ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പം എന്തോ ഒരു സംഭവം ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ എന്നാലും ഞാനത് എടുത്ത് വെച്ച്. നെക്സ്റ്റ് വൺ ഇതാ ഈ ഒരു ചോക്കറാണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഗോൾഡൻ ചോക്കറിനെ പോലെ തന്നെ ഇത് കുറച്ചും കൂടി ഒരു ഇതായിട്ടുള്ള ഒരു ചോക്കറാണ് ഇത്. പക്ഷെ ഇതിന് എന്തോ നിൽക്കുന്നില്ല, കണ്ടോ ഇങ്ങനെ ഈ ഒരു ചോക്കർ. അപ്പോൾ ഇതൊരു വേറൊരു ലുക്ക് തരും അല്ലേ. ഒരു ചോക്കർ ഇങ്ങനെയാണോ, സോറി ഇതാ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ട വേറൊരു ലുക്ക് തന്നെ തരും നമുക്ക് അങ്ങനെ. പിന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുർത്തയുടെ കൂടെയോ അല്ലെങ്കിൽ ലോങ് ഷർട്ടിൻ്റെ കൂടെയോ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എന്താ ചെയ്യാം, മാച്ച് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് മെറ്റലൊക്കെ ഒരുവിധം എല്ലാറ്റിനും പോകുന്ന ഒന്നാണല്ലോ. പിന്നെ വരുന്നത് ഇതാ ഈ ഒരു പേളിൻ്റെ ഒരു ചെയിനാണ്. അതായത് ഓഫ് വൈറ്റ് ആയിട്ടുള്ള പീച്ച് കളർ അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ കളറിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് സിമ്പിളായിട്ട് ഒരു സ്റ്റഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോകുന്ന ഒരു ചെയിനാണ് ഈ ഒരു പേളിൻ്റെ വൈറ്റ് ചെയിന്. ഇനി നെക്സ്റ്റ് വൺ ഇതും ഒരു പറഞ്ഞ പോലെ ഒരു ചെയിനാണ്. സിമ്പിളായിട്ട് നമ്മൾക്ക് നൈറ്റ് പാർട്ടിക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഇട്ടാൽ മതി. നമുക്കിപ്പോൾ അത്ര ഒരുപാടൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ കിടന്നോളും അങ്ങനെ. അപ്പോൾ ഈ ഒരു ചെയിന് ഇതൊരു ചോക്കറാണ്, ചെയിൻ ലോങ് ചെയിൻ അല്ല, ചോക്കറാണ്. നെക്സ്റ്റ് വൺ ഇതാ ഇത് കണ്ടില്ലേ, ഈ ഒരു ചോക്കർ ഞങ്ങൾ ഡൽഹിയിൽ ടൂർ പോകുന്ന സമയത്ത് ഇതും ഈ പറഞ്ഞ പോലെ 7-8 ഇയേഴ്സ് ആയി. ഇപ്പോൾ ഈ 7ഉം 8ൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളക്ട് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അത്രയും വർഷത്തിൻ്റെത് ഇത്. അപ്പോൾ ഞങ്ങളൊരു ഡൽഹി ടൂർ പോയിരുന്ന സമയത്ത് വാങ്ങിയ ഒരു ചെയിനാണ് കേട്ടോ. സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. കാണുന്ന സമയത്ത് നമ്മൾക്ക് നല്ലോണം ഇങ്ങനെ ഒരു ഒക്കെ തോന്നുമെങ്കിലും, വളരെ ഇതായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ചോക്കർ. ദെൻ നെക്സ്റ്റ് വൺ ഈ ശംഖിൻ്റെ ചെയിൻ കണ്ടോ. ശംഖിൻ്റെ ചെയിന് ഞാൻ വയനാട് പോയ സമയത്ത് സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പം അതായത് പ്ലെയിൻ കളറിൻ്റെ കൂടെയൊക്കെ, അതായത് അങ്ങനെയുള്ള ഇപ്പോൾ സാരിയൊക്കെ ആണെങ്കിലോ കുർത്തയൊക്കെ ആണെങ്കിലോ അതിൻ്റെയൊക്കെ കൂടെ, അല്ലെങ്കിൽ നമ്മൾക്ക് വർക്ക് ഒരുപാട് വർക്കുള്ളതിൽ നമ്മൾക്ക് അങ്ങനെ ചെയിൻ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരാറില്ല. എന്നാൽ ചിലതിൽ അത് നന്നായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഓഫ് വൈറ്റിൻ്റെ കൂടെ, ഈവൻ ഓഫ് വൈറ്റിൻ്റെ കൂടെയൊക്കെ നല്ലോണം ചേർന്ന് പോകുന്നൊരു ഇതാണ് കേട്ടോ ഈ ഒരു ചെയിൻ. ദെൻ നെക്സ്റ്റ് വൺ ഇതും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയർ എനിക്കിങ്ങനെ ഈ ബ്ലാക്ക് ത്രെഡിൽ എനിക്ക് ഒരെണ്ണം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സീ ബ്ലൂ കളറും കൂടി കണ്ടപ്പോൾ ഞാനിതങ്ങ് വാങ്ങി. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അങ്ങനെയല്ല ശരിക്കിത് ഉണ്ടല്ലേ. അപ്പം അങ്ങനെ പിന്നെ വരുന്നത് എനിക്ക് ഈ ടെറാക്കോട്ടയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് എന്ന് കരുതി എപ്പോഴും അങ്ങനെ വാങ്ങുന്ന ഈ പറയുന്നതൊന്നും ഞാൻ ഇപ്പോൾ വാങ്ങി വെച്ചതല്ല. അതായത് എപ്പോഴും വാങ്ങുന്ന ഒരാളല്ല, എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നും അപ്പോൾ ആ സമയത്ത് വാങ്ങുന്നതാണ്. അതിൽ ഉള്ള ഒരു ഇഷ്ടത്തിലൊരു ഒന്നും ബ്ലാക്ക് മെറ്റൽ ടൈപ്പിലുള്ളത്, ഒന്നും ബ്രാസിൻ്റെ ഒരു രീതിയിലുള്ളത്, ഒന്ന് ഈ പറഞ്ഞ പോലെ ടെറാക്കോട്ട. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ക്ലോത്തിൻ്റെ, അതെൻ്റെ അടുത്ത് ഇല്ല. ക്ലോത്തിൻ്റെ ഈ നമുക്ക് കുർത്തയുടെ ഒക്കെ കൂടെ പോകുന്ന നല്ല സിമ്പിളായിട്ടുള്ള ചെയിനുകളുണ്ട്, പക്ഷെ അത് എൻ്റെ കളക്ഷനിലില്ല. അപ്പോൾ ടെറാക്കോട്ടയുടെ ഒരെണ്ണം ഞാൻ ഈ പറഞ്ഞ പോലെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇട്ട് കാണിക്കാനാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കാണിക്കേണ്ടി വരും.
ഇതിനൊരു വർഷം മുന്നേ ഉള്ളതാണ്. എത്ര വർഷം എന്ന് പോലും അറിയില്ല. പക്ഷെ ഇത് നോക്കി, ഇതിൻ്റെ ഒന്നും ഇപ്പോഴും അത് അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ ഒരു ചെയിന്. സോ അപ്പോൾ ഇതൊരെണ്ണം. നെക്സ്റ്റ് വൺ ഒരു വർഷം വാങ്ങിയത്, ഈ വർഷമാണോ ലാസ്റ്റ് ഇയർ. ഇത് നമ്മൾക്ക് ഇതാ സ്കൈ ബ്ലൂയുടെ കൂടെ ഓറഞ്ചിൻ്റെ കൂടെ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊക്കെ കൂടെ. നെക്സ്റ്റ് വൺ ഇതാ ഈ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഈ ഒരെണ്ണം നന്നായിട്ടില്ലേ ഈ ഒരു ചെയിന്. അതേപോലെ തന്നെയാണ് ഇതാ സിമ്പിളായിട്ടുള്ള ഒരു ശംഖിൻ്റെ ഒരു ചെയിനാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ഓർണമെൻറ്റ്സ് കളക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെറുതായിട്ട് ഇപ്പോൾ വാങ്ങിയതോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ചിലതൊക്കെ ഇച്ചിരി ഫെയ്ഡായിട്ടൊക്കെ ഉണ്ട്, എന്നാലും അപ്പോൾ ഇതാണ് ഒക്കെ ഉള്ളത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതുപോലെ ഇയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.